നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിന് പ്രതീക്ഷ. പഴയിടത്ത് പുതിയ പാലത്തിന് 8 കോടി രൂപ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഗൈനക്കോളജി പീഡിയാട്രിക് വാർഡുകൾ പണിയാനും തുക അനുവദിച്ചു. കോട്ടയത്ത് ബൈക്ക് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് കണ്ണീർ പൂക്കൾ. ജോഷുവ ജോയലിന്റെയും അബിഗേലിന്റെയും മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് സഹപാഠികൾ. 2.5 വർഷം കൊണ്ട് ആയുഷ് മേഖലയ്ക്കായി 535 കോടി രൂപ അനുവദിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കാണക്കാരി ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാന ബജറ്റിൽ ചെറുവള്ളി പഴയിടത്ത് പുതിയ പാലത്തിന് 8 കോടി രൂപയുടെ അനുമതി. കൂടാതെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വിവിധ പദ്ധതികൾക്കായി 10 കോടി രൂപയുടെ അനുമതിയും ലഭിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് പഴയിടം പാലം. ചെക്ക് ഡാമും അതിനു മുകളിലായി പാലവും എന്ന ആശയത്തിൽ 1967 നിർമ്മിച്ചതാണ് പഴയിടം പാലം. പിന്നീട് പാലം പൊതുമരാമത്ത് വകുപ്പിന് കൈമാറി. എന്നാൽ മണിമലയാറിൽ വെള്ളപ്പൊക്ക ഭീഷണി അനുദിനം വർദ്ധിച്ചു വരികയും ചെക്ക് ഡാമിന് മുകളിലെ പാലത്തിലേക്ക് വെള്ളം കയറുന്നതും ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതും തുടർക്കഥയാകുകയുമായിരുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് ഉയരത്തിലുള്ള പാലം എന്ന ആവശ്യം ഉയർന്നു വന്നത്. ആ ആവശ്യത്തിനാണ് ഇപ്പോൾ സംസ്ഥാന ബജറ്റിൽ 8 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ പഴയിടം പാലത്തിന് കൂടാതെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗ്രൗണ്ടിൽ അത്യാധുനിക നിലവാരത്തിലുള്ള ഓഡിറ്റോറിയം, കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഗൈനക്കോളജി പീഡിയാട്രിക് വാർഡുകളും പേ വാർഡും ഡയാലിസിസ് യൂണിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കെട്ടിട സമുച്ചയം എന്നിവയ്ക്കും ബഡ്ജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം ബൈക്ക് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. കോട്ടയം MD സെമിനാരി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ജോഷുവയുടെ മൃതദേഹത്തിൽ വിദ്യാർത്ഥികൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കോട്ടയം പാക്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം ബൈക്ക് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ഞായറാഴ്ച വൈകിട്ട് പള്ളം പവർ ഹൌസ് ജംഗ്ഷനിൽ വെച്ചാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് മിനി ട്രക്കുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പള്ളം മറ്റത്തിൽ ജോഷുവ ജോയൽ, മറിയപ്പള്ളി കൊച്ചുവടക്കേടത്ത് അബിഗേൽ തോമസ് എന്നിവരാണ് മരിച്ചത്. പാക്കിൽ ഭാഗത്തു നിന്നും ചിങ്ങവനത്തേക്ക് പോകുകയായിരുന്നു വിദ്യാർത്ഥികൾ. പാക്കിൽ കവലയിലേക്ക് പോകുകയായിരുന്ന മിനി ട്രക്കിലാണ് ഇവർ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചത്. കോട്ടയം MD സെമിനാരി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജോഷുവ ജോയൽ. മറിയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് അബിഗേൽ. കോട്ടയം MD സെമിനാരി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ജോഷുവയുടെ മൃതദേഹത്തിൽ വിദ്യാർത്ഥികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം അട്ടിക്കലിൽ ബസും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ നാടക ട്രൂപ്പിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പൊൻകുന്നത്തിന് സമീപം അട്ടിക്കലിൽ ബസും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. പാലാ കമ്മ്യൂണിക്കേഷന്റെ നാടക ട്രൂപ്പിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് ഡ്രൈവർ പാലാ മീനച്ചിൽ പാലാക്കാട് പൂവത്താനിക്കുന്നൽ മാർട്ടിന്റെ കാലൊടിഞ്ഞു. നടന്മാരായ കോഴിക്കോട് സ്വദേശി ഖാലിദ്, ഉദയൻ, ടെക്നീഷ്യൻ കൊല്ലം സ്വദേശി ഹരീഷ് എന്നിവർക്കും കാർ യാത്രക്കാരായ ആനിക്കാട് സ്വദേശികളായ ജിതിൻ മർക്കോസ്, ഷീന മാത്യു, മകൾ ജിയാൻ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. മുറിഞ്ഞപുഴ പള്ളിയിൽ നാടകം അവതരിപ്പിക്കാൻ പോയതായിരുന്നു ബസ്സിലുണ്ടായിരുന്ന സംഘം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. 2.5 വർഷം കൊണ്ട് ആയുഷ് മേഖലയ്ക്കായി 535 കോടി രൂപ അനുവദിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കാണക്കാരി ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 150 ആയുഷ് ആരോഗ്യ കേന്ദ്രങ്ങൾ NABH അക്രഡിറ്റേഷൻ കരസ്ഥമാക്കിയെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് ഏറ്റവും നന്നായി ആയുഷ് സ്ഥാപനം നടക്കുന്നത് കേരളത്തിലാണെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പരാമർശിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഏറ്റവും നന്നായി ആയുഷ് സ്ഥാപനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പരാമർശിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ആരോഗ്യരംഗം ആയുഷ് മേഖലയ്ക്ക് നല്ല പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. 2.5 വർഷ കാലയളവിനുള്ളിൽ 535 കോടി രൂപയാണ് ആയുഷ് മേഖലയ്ക്കായി സർക്കാർ അനുവദിച്ചത്. 45 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 116 തസ്തികകൾ ആയുഷ് മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഹോമിയോ മേഖലയിൽ 40 ഡോക്ടർ തസ്തിക സൃഷ്ടിക്കപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞു. ആയുർവേദത്തിൽ മാത്രം 116 തസ്തികകൾ 45 വർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം തസ്തികകൾ ആയുഷ് മേഖലയിൽ ഒന്നിച്ച് സൃഷ്ടിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഹോമിയോ മേഖലയിൽ 40 ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ ഓഫീസേഴ്സിന്റെ തസ്തിക സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ മുമ്പ് കേന്ദ്ര സംഘം ഇവിടെ നമ്മുടെ നാട്ടിലെത്തിയിരുന്നു. ഡൽഹിയിൽ ചെന്ന് പുറത്തുവിട്ട റിപ്പോർട്ട്, മന്ത്രാലയത്തിന് കൊടുത്ത റിപ്പോർട്ട്
രാജ്യത്ത് ഏറ്റവും അധികം നന്നായി ആയുഷ് സ്ഥാപനങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും അധികം OP ഉള്ള സംസ്ഥാനം കേരളമാണ്. കാണക്കാരി ചിറക്കുളത്ത് നടന്ന പരിപാടിയിൽ മോൻസ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. കാണക്കാരി ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും NAMന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്കായി ചെലവഴിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചേനപ്പാടി പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം പുരോഗമിക്കുന്നു. യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. ചേനപ്പാടി പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 5ാം ദിവസത്തിലെത്തി. രാവിലെ ജരാസന്ധ യുദ്ധം, ദ്വാരക നിർമ്മാണം, രുക്മിണി സ്വയംവരം, സ്വാമന്തകം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു. സ്വയംവരത്തിന്റെ ഭാഗമായി നടന്ന സ്വയംവര ഘോഷയാത്ര നാടിന്റെ തന്നെ ഉത്സവമായി. ശ്രീകൃഷ്ണനായും രുക്മിണിയായും വേഷമിട്ട കുട്ടികളെ താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിൽ യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. പുതുമനയില്ലം നീലകണ്ഠ ശർമ്മ കാർമ്മികനായി നടക്കുന്ന യജ്ഞം ബുധനാഴ്ച അവഭൃത സ്നാന ഘോഷയാത്രയോടെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ റബ്ബറിന് 250 രൂപ തറവില പ്രഖ്യാപിക്കുമെന്ന വാഗ്ദാനം കാറ്റിൽ പറത്തി റബ്ബറിന് 10 രൂപ മാത്രം താങ്ങുവില വർദ്ധിപ്പിച്ച് റബ്ബർ കർഷകരെ അപമാനിക്കുന്ന പൊള്ളയായ ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. ബജറ്റിലെ നികുതി വർധന വീണ്ടും വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും സജി മഞ്ഞക്കടമ്പിൽ കുറ്റപ്പെടുത്തി. LDF പ്രകടന പത്രികയിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിക്കുമെന്ന് വാഗ്ദാനം കൊടുത്ത അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി സർക്കാർ റബ്ബർ കൃഷിക്കാരെ അപമാനിച്ചുകൊണ്ട് റബ്ബറിന് താങ്ങുവില വെറും 10 രൂപ മാത്രം വർദ്ധിപ്പിച്ച് കോട്ടയത്തിന് പ്രത്യേകിച്ച് ഒന്നും നൽകാത്ത പൊള്ളയായ ബഡ്ജറ്റാണ് ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, മാത്രമല്ല വിലക്കയറ്റം കൊണ്ട് പുറകിവിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മേൽ വീണ്ടും നികുതി ഭാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വിലക്കയറ്റത്തിന് ആക്കം കൂട്ടുക മാത്രമാണ് ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതെന്നും ഈ അവസരത്തിൽ പറയട്ടെ. വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷന്റെ കോട്ടയം താലൂക്ക് പ്രവർത്തക യോഗം പുതുപ്പള്ളി എറികാട് സേവാ മന്ദിരത്തിൽ നടന്നു. VNF സംസ്ഥാന പ്രസിഡന്റ് മുരളീദാസ് സാഗർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലാ പ്രസിഡന്റ് N ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. V രാജേന്ദ്രൻ, സതീഷ് മീനടം തുടങ്ങിയവർ പങ്കെടുത്തു. ചേർപ്പുങ്കലിൽ സമാന്തര പാലം ഉടൻ നിർമ്മിക്കുമെന്ന് തോമസ് ചാഴികാടൻ MP. നിർമ്മാണം പൂർത്തിയാക്കിയ പാലം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണം പൂർത്തിയാക്കിയ ചേർപ്പുങ്കൽ സമാന്തര പാലം ഉടൻ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് തോമസ് ചാഴിക്കാടൻ MP. നവകേരള സദസ്സിലടക്കം ചേർപ്പുങ്കൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യം താൻ ഉന്നയിച്ചിരുന്നുവെന്നും പാലം പണി പൂർത്തിയാകുന്നത് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മാണം പൂർത്തിയാക്കിയ പാലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MP. പാലം പണി തടസ്സപ്പെട്ട സമയം പൊതുമരാമത്ത് മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു. പെയിന്റിംഗ് ജോലികൾ മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. അത് പൂർത്തിയാക്കി മന്ത്രിമാരെ കൂടി കണ്ട് ഉദ്ഘാടന തീയതി നിശ്ചയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടകരായി വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ പാലം തുറന്നു കിട്ടിയപ്പോൾ ഉണ്ടായ അനുഭവം എത്രയോ ഹൃദ്യമായിരുന്നു എന്ന് എല്ലാവരും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ നിലയിൽ ഈ പാലം പണി പൂർത്തിയായതിലുള്ള സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനായ പൊതുമരാമത്ത് മന്ത്രി ഈ മാസം തന്നെ ഇത് തുറന്നു കൊടുക്കുവാനായിട്ട് ഉദ്ഘാടനത്തിനായി സമയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് അദ്ദേഹം പിന്നീട് അറിയിക്കുന്നതാണ്. MPക്കൊപ്പം കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു, ബോബിച്ചൻ തീക്കോലിൽ, കേരള കോൺഗ്രസ് M ജില്ലാ സെക്രട്ടറി പ്രദീപ് വലിയപറമ്പൻ എന്നിവരും ഉണ്ടായിരുന്നു. സമാന്തര പാലം പൂർത്തിയായതോടെ നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമായത്. ആയിരക്കണക്കിന് നാട്ടുകാർക്ക് പുറമെ നിരവധി തീർത്ഥാടകർ എത്തുന്ന ചേർപ്പുങ്കൽ ഉണ്ണിമിശിഹ പള്ളി, മാർസ്ലീവ മെഡിസിറ്റി ആശുപത്രിയിലെത്തുന്ന രോഗികളടക്കം എല്ലാവർക്കും പാലത്തിന്റെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. കള്ള ടാക്സികൾക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ നൽകിയ ഹർജി അനുവദിച്ചാണ് ഉത്തരവ്. കള്ള ടാക്സികൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കുന്ന 3000 രൂപയിൽ നിന്നും 25,000 രൂപ പിഴ വർദ്ധിപ്പിക്കണമെന്നും ആവർത്തിക്കപ്പെട്ടാൽ ഇരട്ടി തുക പിഴയായി ഈടാക്കണമെന്നും കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. നിലവിലിപ്പോൾ ഈ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം വാഹനങ്ങൾ കേരളത്തിലെത്തിച്ചിട്ട് അത് കള്ള ടാക്സി ആയിട്ട് ഓടുകയാണ്.
അത് നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു ആവശ്യമാണ് നമ്മൾ ഹൈക്കോടതിയെ ചൂണ്ടിക്കാട്ടിയത്. അതിന് സർക്കാർ കൊടുത്തിരിക്കുന്ന പിഴ എന്ന് പറയുന്നത് കേവലം 3000 രൂപയാണ്. ആ 3000 രൂപ ഒരു 25,000 രൂപയായിട്ടെങ്കിലും വർദ്ധിപ്പിക്കണം എന്നൊരാവശ്യം കൂടി ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അടിയന്തരമായും എല്ലാ RTO ഓഫീസുകളിലേക്കും ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി അതുപോലുള്ള ആളുകൾക്ക് കൊടുത്തായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. പാലാ നിയോജക മണ്ഡലത്തിന് സംസ്ഥാന ബജറ്റിൽ പരിഗണന. പാലാ നഗരസഭ സിന്തറ്റിക് ട്രാക്കിനും അരുണാപുരത്ത് മീനച്ചിലാറിന് കുറുകെ പാലം നിർമ്മിക്കുന്നതിനും തുക മാറ്റിവെച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ പാലാ മണ്ഡലത്തിന് പ്രത്യേക പരിഗണന. പാലാ സിന്തറ്റിക് ട്രാക്ക് നവീകരിക്കുന്നതിനും അരുണാപുരത്ത് മീനച്ചിലാറിന് കുറുകെ പാലവും റെഗുലേറ്റർ കം ബ്രിഡ്ജും നിർമ്മിക്കുന്നതിനും തുക വകയിരുത്തിയിട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടായ വെള്ളപ്പൊക്കം മൂലമാണ് നഗരസഭ സിന്തറ്റിക് ട്രാക്കിന്റെ ട്രാക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. 2017 സംസ്ഥാന കായികമേളയോടുകൂടിയാണ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത്. ഫ്ലഡ് ലൈറ്റും സ്ഥിരം ഗ്യാലറിയും സ്റ്റേഡിയത്തിന്റെ പ്രധാന ആവശ്യങ്ങളാണ്. സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനുമായാണ് 7 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചത്. പാലാ അരുണാപുരത്ത് മീനച്ചിലാറിന് കുറുകെ പാലവും റെഗുലേറ്റർ കം ബ്രിഡ്ജും നിർമ്മിക്കുന്നതിന് 3 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. KM മാണി ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഭരണാനുമതി നൽകി ടെൻഡർ ചെയ്ത് നിർമ്മാണം ആരംഭിച്ചിരുന്നുവെങ്കിലും പൈലിംഗ് നടത്തിയപ്പോൾ അടിത്തട്ടിലെ പാറയ്ക്ക് ഉറപ്പില്ലാത്തതിനാൽ തുടർപണികൾ നിലയ്ക്കുകയായിരുന്നു. അരുണാപുരം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ കുടിവെള്ള ക്ഷാമത്തിനും പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: വനിതാ ശിശു വികസന വകുപ്പ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാമിലി പ്ലാനിംഗ് പ്രൊമോഷൻ ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ ജില്ലയിൽ പുതിയതായി തുടങ്ങുന്ന വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോമിൽ ഹോം മാനേജർ തസ്തികയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. MSW, MA സോഷ്യോളജി, MSc സൈക്കോളജിയാണ് യോഗ്യത. ഫോൺ 9447750004. വൈക്കം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, ഡയാലിസിസ് സ്റ്റാഫ് നഴ്സ്, OT ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ എന്നീ തസ്തികകളിൽ താൽക്കാലിക നിയമനത്തിനായി ഫെബ്രുവരി 8 വോക്കിംഗ് ഇന്റർവ്യൂ നടത്തും. 179 ദിവസത്തേക്കാണ് നിയമനം. MBBS, MD, ഡിപ്ലോമ റേഡിയോളജിയിൽ DNB ആണ് റേഡിയോളജിസ്റ്റിന്റെ യോഗ്യത. ഡയാലിസിസ് സ്റ്റാഫ് നഴ്സ് യോഗ്യത +2, ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സ് ഡിഗ്രി, ഡിപ്ലോമ. ഫോൺ 0482921661. പാലാ ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വളപ്പിൽ മുറിച്ചിട്ട പ്ലാവ്, കാട്ടുവേപ്പ് മരങ്ങളും മരുത് മരങ്ങളുടെ ശിഖരങ്ങളും വിൽക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ഫെബ്രുവരി 12 ഉച്ചകഴിഞ്ഞ് 2 വരെ കൊട്ടേഷൻ സ്വീകരിക്കും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 2:10 കൊട്ടേഷൻ തുറക്കും. വിശദവിവരത്തിന് ഫോൺ 0482220165. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ബജറ്റ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിന് പ്രതീക്ഷ. പഴയിടത്ത് പുതിയ പാലത്തിന് 8 കോടി രൂപ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഗൈനക്കോളജി, പീഡിയാട്രിക് വാർഡുകൾ പണിയാനും തുക അനുവദിച്ചു. കോട്ടയത്ത് ബൈക്ക് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് കണ്ണീർ പൂക്കൾ. ജോഷ്വ ജോയലിന്റെയും അബിഗേലിന്റെയും മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് സഹപാഠികൾ. 2.5 വർഷം കൊണ്ട് ആയുഷ് മേഖലയ്ക്കായി 535 കോടി രൂപ അനുവദിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കാണക്കാരി ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.